കത്തോലിക്കാ സഭയ്ക്ക് പുതിയ രണ്ട് വിശുദ്ധരെ ലഭിച്ചിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് പുതിയ വിശുദ്ധര് എന്നാണ് അവരെക്കുറിച്ച് പൊതുവെ പറയുന്നത്. രണ്ടുപേരും ചെറുപ്പക്കാരാണ്. 15 വയസ്സുകാരൻ കാർലോ അക്കൂത്തീസും 24 വയസ്സ് പ്രായമുള്ള ജോർജോ ഫ്രസാത്തിയും കത്തോലിക്കാ സഭയുടെ തലവനായി ലെയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റ ശേഷം ആദ്യമായി നടത്തിയ വിശുദ്ധ പദവി പ്രഖ്യാപനമാണിത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ ദിവസത്തിലാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ഈ പാവന കർമ്മം നടന്നത്. 270 മെത്രാന്മാരും 2000-ത്തിലധികം വൈദികരും 10,000-കണക്കിന് വിശ്വാസികളും ഒത്തുചേർന്ന വലിയ ഒരു സമൂഹത്തിലാണ് ലെയോ 14 മാർപ്പാപ്പ ഈ രണ്ട് യുവ വിശുദ്ധരെ പരസ്യ വണക്കത്തിനു വേണ്ടി പ്രഖ്യാപിച്ചത്. കാർലോ അക്കൂത്തീസ് ജനിച്ചത് ബ്രിട്ടനിലാണ്. വളർന്നതും പ്രവർത്തിച്ചതും മരിച്ചതും ഇറ്റലിയിലായിരുന്നു. 15 വയസ്സ് പ്രായമുള്ളപ്പോൾ അർബുദ രോഗമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ചത്. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ എങ്ങനെയാണ് ഒരു ബാലൻ വിശുദ്ധനായി തീരുന്നത് എന്ന് സ്വാഭാവികമായും ആളുകൾ ചിന്തിക്കും. തൻ്റെ അത്ഭുതകരമായ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉപയോഗിച്ച് കത്തോലിക്ക വിശ്വാസം അദ്ദേഹം ഇളം തലമുറയിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള കാരണമായി കരുതപ്പെടുന്നത്. കാർലോ എന്ന ബാലൻ സൈബർ ഇടത്തെ പ്രേഷിത പ്രവർത്തനത്തിൻ്റെ വേദിയാക്കി മാറ്റി. ദിവ്യകാരുണ്യ ഭക്തനായിരുന്ന കാർലോ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള അത്ഭുതങ്ങളെല്ലാം വെബ്സൈറ്റിൽ പകർത്തി. അതുപോലെ തന്നെ വിശുദ്ധരെക്കുറിച്ചുള്ള വെബ്സൈറ്റും തയ്യാറാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാർലോ ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസർ എന്ന പേരു നേടി. കാർലോ കത്തോലിക്ക വിശ്വാസം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ജീവിക്കുക മാത്രമല്ല, ആ വിശ്വാസത്തിലേക്ക് ഒരു തലമുറയെ എത്തിക്കുക കൂടി ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വിശുദ്ധ പദവി ലഭിച്ചത്. ജോർജോ ഫ്രസാത്തി ജനിച്ചതും പ്രവർത്തിച്ചതും മരിച്ചതുമെല്ലാം ഇറ്റലിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം പാവപ്പെട്ടവരോട് വളരെ കരുണയുള്ളവനായിരുന്നു. നീതി നിഷേധിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ആളുകളോട് താദാമ്യം പ്രാപിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുപോലെ തന്നെ ലോകമെമ്പാടും ശ്ലാഘിക്കപ്പെടുന്ന വിൻസെൻ്റ് പോൾ സംഘടനയുടെ സജീവ അംഗമായിരുന്നു അദ്ദേഹം. ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ പ്രേഷിതനായി അദ്ദേഹം മാറുകയായിരുന്നു. 24-ാം വയസ്സിൽ പോളിയോ രോഗത്താലാണ് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് കടന്നുപോയത്. ഈ രണ്ട് വിശുദ്ധരുടെയും ജീവിതം ഭൗതികമായ കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ സാധാരണ നിലയിലുള്ളതായിരുന്നു. എന്നാൽ അവർ വിശുദ്ധരായി മാറിയത് വിശ്വാസവും സ്നേഹവും വിശ്വസ്തതയും അവരുടെ ജീവിത മുദ്രയാക്കി മാറ്റിക്കൊണ്ട് സാധാരണ ജീവിതത്തെ അസാധാരണമാക്കി മാറ്റി എന്നുള്ളത് കൊണ്ടാണ്. സഭയിലെ വിശുദ്ധരുടെ എല്ലാം ഒരു പ്രത്യേകത അവർ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമല്ല, ദൈവം അവരിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൂടിയാണ്. ഈ രണ്ട് യുവ വിശുദ്ധരുടെയും തിരുനാള് ഒക്ടോബർ മാസത്തിൽ ആചരിക്കണമെന്നാണ് സഭ നിർദ്ദേശിച്ചിട്ടുള്ളത്. വിശുദ്ധരോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് പോലെ പ്രധാനമാണ് വിശുദ്ധരായി തീരുവാൻ ജീവിതത്തെ ക്രമീകരിക്കുന്നതും.